Hi dear friends, welcome back to Best Value Hub online classes. അപ്പോൾ പോളിനോമിയൽസ് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പോളിനോമിയൽസിന്റെ ക്ലാസിഫിക്കേഷൻസ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പറയുന്ന സാധനങ്ങൾ എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികളോട് ഒരു റിക്വസ്റ്റ് കാര്യമായിട്ടുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ടും ക്ലാസ് വാച്ച് ചെയ്യുന്ന സമയത്ത്, വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പെന്നും ബുക്കും, ഒരു നല്ലൊരു പെന്നും ബുക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കൃത്യമായി കാര്യങ്ങൾ നോട്ട് ചെയ്യണം. നമ്മൾ ബോർഡിൽ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, വീഡിയോ വാച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്രോബ്ലം ഒന്നും നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. അടുത്ത പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണോ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നത് ആ ഒരു സ്റ്റൈൽ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ബോർഡിൽ രണ്ട് ക്വസ്റ്റ്യൻസ് കാണാം നിങ്ങൾക്ക് അല്ലെ. രണ്ടും ഏത് ടൈപ്പ് പോളിനോമിയൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീനിയർ പോളിനോമിയൽ ആണ്. ബിക്കോസ് ഡിഗ്രി ഓഫ് എക്സ് ഓർ പവർ ഓഫ് എക്സ് ഓർ എക്സ്പോണന്റ് ഓഫ് എക്സ് ഇൻ ദീസ് ടു ക്വസ്റ്റ്യൻസ് എത്രയാണ്? 1 ആണ് കാണുന്നത്. സോ ഇറ്റ്സ് എ ലീനിയർ പോളിനോമിയൽ. ആ കൂട്ടത്തിൽ ചെറിയൊരു കാര്യം പറയാനുള്ളത്, സപ്പോസ് ഐ എം ഗിവിംഗ് യു പി ഓഫ് എക്സ് ഈക്വൽ ടു സിംപ്ലി എക്സ്. ഇതെന്ത് പോളിനോമിയൽ ആണെന്ന് ചോദിച്ചാൽ ചില കുട്ടികൾ അറിയാതെങ്കിലും പെട്ടെന്ന് പറഞ്ഞു ഇതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. അവർ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവുക, അവരുടെ ലോജിക്ക് ചിലപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു ഞാൻ 5 എന്ന് എഴുതി, അല്ലെങ്കിൽ ഞാൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതി. എങ്ങനെങ്കിലും ഇതുപോലെ ഒരു നമ്പർ മാത്രം എഴുതി കഴിഞ്ഞാൽ സാധാരണ അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് വിളിക്കുക. ശരിയല്ലേ? അപ്പൊ അതുപോലെ ഇവിടെ ഒരു സിംഗിൾ ടേം ആയിട്ടല്ലേ എഴുതിയപ്പോൾ ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ അല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പോളിനോമിയൽ അല്ല. കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈപ്പ് പോളിനോമിയലിൽ എക്സ് അല്ലെങ്കിൽ ആ വേരിയബിൾ ഉണ്ടാവാനേ പാടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു പി ഓഫ് എക്സ് മീൻസ് ഇറ്റ് ഇസ് എ പോളിനോമിയൽ ഇൻ വിച്ച് വേരിയബിൾ എക്സ്. അത് പറയുകയും ചെയ്തു, ഞാൻ ഇവിടെ എക്സ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. സോ ദർ ഇസ് എ വേരിയബിൾ ആൻഡ് വാട്ട് ഈസ് എക്സ്പോണന്റ് ഓഫ് ദിസ് വേരിയബിൾ? ഇറ്റ് ഈസ് 1. സോ ഇറ്റ് സിംപ്ലി എ ലീനിയർ പോളിനോമിയൽ, കോൺസ്റ്റന്റ് പോളിനോമിയൽ അല്ല. ഓക്കെ, സോ ഇനി ആ കൂട്ടത്തില് ബാക്കി നമ്മൾ ഇനി പ്രോബ്ലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 5x minus 20 and we have to calculate the zero of this polynomial. What's the very first step? Equate p of x to 0. അത് തന്നെ അത് എഴുതി കൊടുക്കാമല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി പി ഓഫ് എക്സ് എന്താണ് ആസ് പെർ ദ ക്വസ്റ്റ്യൻ അതങ്ങ് എഴുതി കൊടുക്കുക. ഇറ്റ് ഈസ് 5x minus 20. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, 7th-ലും 8th-ലൊക്കെ പഠിച്ചിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടല്ലോ. വാരിയബിള്, അതായത് നമ്മുടെ അൺനോൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ്? ദ ടേം കണ്ടെയ്നിങ് എക്സ് ഓർ ദ വേരിയബിൾ യു ഹാവ് ടു കീപ് ഹിയർ ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടേക്ക് ഓൾ ദ തിങ്സ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ ടേം കണ്ടെയ്നിങ് വേരിയബിൾ എന്താണ്? 5x. ഞാൻ 5x ഇവിടെ തന്നെ വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് -20 എന്ന് പറയുന്ന ടേമിന് അപ്പുറം കൊണ്ടുപോകണം. വേറൊരു കാര്യം മനസ്സിൽ വെക്കുക, നമ്മൾ ഒരു ടേമിന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ അതിന്റെ സൈൻ മാറ്റുന്നു എന്ന് പറയാൻ നിൽക്കരുത്. ഓപ്പറേഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ഇവിടുത്തെ ഓപ്പറേഷൻ സബ്ട്രാക്ഷൻ ആണ്, അതുകൊണ്ടാണ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ അഡീഷൻ ആവുന്നത്. അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് അല്ലേ എഴുതുക. സോ 0 plus 20 becomes 20. Now x become how much? 20 ഓൾറെഡി അവിടെ ഉണ്ട്. ഇവിടെ 5, this 5 was multiplied with x. So when you take this 5 to the other side, it should be divided. So 20 divided by 5 becomes what? 4. x equal to 4 എന്ന് കിട്ടും. ഇതിങ്ങനെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ബിക്കോസ് വി ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ മീൻസ് യു ഹാവ് ടു മേക്ക് എൻ ഇക്വേഷൻ ലൈക്ക് ദിസ് ആൻഡ് യു ഹാവ് ടു സോൾവ് ഫോർ ദ വാല്യൂ ഓഫ് എക്സ്. അല്ലാതെ നമ്മൾ മനസ്സിൽ ഒരു വാല്യൂ, ഇതിപ്പോൾ വളരെ ചെറിയ ക്വസ്റ്റൻ ആണ്, 5x minus 20. ചിലപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഞാൻ എക്സിന്റെ സ്ഥാനത്ത് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 into 4 20, 20 minus 20 ഓക്കെ 0 എന്ന് കിട്ടുന്നുണ്ട്. സോ എക്സ് ഈക്വൽ ടു 4 is 0 നമുക്ക് പെട്ടെന്ന് കിട്ടും. 1 വേർഡ് ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ചില കുട്ടികൾ ഇപ്പൊ 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ കൂടി ചില ആൾക്കാർ സിമ്പിൾ അല്ല എന്ന് വിചാരിച്ചിട്ട് വേഗം എന്ത് ചെയ്യുന്നറിയോ, അവരിങ്ങനെ എഴുതും പി ഓഫ് എക്സ് ഈക്വൽ ടു 5x minus 20 എന്ന് ക്വസ്റ്റനിൽ തന്ന പോലെ തന്നെ എഴുതും. എന്നിട്ട് അവർ എഴുതും പി ഓഫ് 4 ഈക്വൽ ടു 5 into 4 minus 20 എന്ന് എഴുതും. അവർ പറയും 20 minus 20 ഈക്വൽ ടു 0. ഈ എഴുതിയത് ശരിയാണ്, തെറ്റൊന്നല്ലല്ലോ അല്ലേ. അവർ പി ഓഫ് 4 എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അവർ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 0 എന്ന് കിട്ടി. എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ എഴുതും therefore x equal to 4 is the zero of the polynomial എഴുതും. പക്ഷെ മാർക്ക് കിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, നമ്മളെ മനസ്സിൽ തോന്നിയ നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് ഒരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മനസ്സിലെടുത്ത ഒരു ആർബിട്രറി വാല്യൂ നിങ്ങൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. വെരിഫിക്കേഷൻ പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രൊസീജിയർ അല്ല നമുക്ക് ചെയ്യേണ്ടത്. വി ആർ സിംപ്ലി ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. സോ വാട്ട് ഈസ് ദ പ്രൊസീജിയർ? ദിസ് ഈസ് ദ പ്രൊസീജിയർ. ഓക്കെ, ഈ ടൈപ്പ് മിസ്റ്റേക്സും നമ്മൾ കുട്ടികൾ വരുത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞത്. ഓക്കെ,
നമുക്ക് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു -3x + 8. എല്ലാവരും സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാം. Put p of x equal to 0. So -3x + 8 equal to 0. So -3x becomes -8. Means when I take this addition plus 8 to other side, it becomes subtraction. Subtraction means negative. So -8. In the other step, x calculate. So I am writing x here only. And what I have to do, I have to take this -3 to the other side. So നമ്മൾ ആ ടേമിന്റെ കൂടെ തന്നെ സാധാരണ പറയും, okay, when I am taking -3 to the other side, it becomes +3. No, because here what is the operation? Multiplication. So when I take this -3 from here to the other side, it becomes division. Multiplication എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടത്, അല്ലാതെ സൈൻ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കരുത്. So it becomes what? -8 divided by -3. I am not changing the sign of this number. So it becomes h/3. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാലോ മൈനസും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? പോസിറ്റീവ് തന്നെയാണ് കിട്ടുക. ഇതൊക്കെ നമ്മൾ ബേസിക് സെഷനിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ്. സോ x ഈക്വൽ ടു 8/3. നിങ്ങൾക്ക് ആൻസർ ഫ്രാക്ഷനിൽ തന്നെ എഴുതാം കേട്ടോ. അതിന് നിങ്ങൾ ഇനി ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് വെറുതെ ടൈമൊന്നും കളയണ്ട. x ഈക്വൽ ടു 8/3 എന്ന് എഴുതി കൊടുക്കുക. ഖലാസ്, ഇത്രയേ ഉള്ളൂ. ലീനിയർ പോളിനോമിയൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പോഴും ഇത് പ്രോപ്പറായിട്ട് പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്രോബ്ലംസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നമുക്കിനി ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ 1-2 എക്സാമ്പിൾസ് നോക്കാം. നമുക്കപ്പോൾ 2 ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ഇതിന്റെ സീറോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അറിയുന്ന കുട്ടികൾ അല്ലെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് സ്വന്തമായിട്ടൊന്ന് സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് പ്രൊസീജിയർ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വിൽ റൈറ്റ് p of x equal to 0. Now substitute what is your p of x? X square plus 3x minus 28. Okay, it is equal to 0. ഇനി എന്താണ് നമ്മൾ അടുത്ത പ്രൊസീജിയർ? അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാനുള്ള, കുട്ടികൾ സാധാരണഗതിയിൽ ഇവിടെ ചെയ്യുന്ന മിസ്റ്റേക്ക്, നമ്മൾ തൊട്ട് മുകളിൽ ഇപ്പോൾ ലീനിയർ പോളിനോമിയലിന്റെ 0 കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ ചെയ്ത പ്രൊസീജിയർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഉൾപ്പെടുന്ന ടേമിനെ അവിടെ വെക്കും, ആ കോൺസ്റ്റന്റ് ടേമിനെ മറ്റേ സൈഡിലേക്കൊക്കെ കൊണ്ടുപോകുന്നില്ലേ? അതുപോലെ തന്നെ ഇവിടെ ചില കുട്ടികൾ ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ വെച്ചാൽ they will write x square plus 3x equal to this -28 becomes +28. Okay, എന്നിട്ട് അവർ ചിലപ്പോൾ എഴുതും x square plus എന്താ പറയുക x equal to 28 divided by 3. means they are thinking they can take this 3 simply from this side to other side. ഇങ്ങനെ ഒന്നും പ്രൊസീജിയർ ഇല്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്സ് ഒക്കെ വരാനുള്ള കാരണം ഇതുപോലത്തെ ഡൗട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് സ്വയം ഡൗട്ട് വരുമ്പോൾ നമ്മൾ അറിയുന്ന ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്തോ ഒന്ന് ചോദിച്ചാൽ മതി. ഈ പ്രശ്നമൊക്കെ അവിടെ തീരും. അല്ലാതെ നമ്മൾ എക്സാമിന്റെ സമയം വരെ ഈ ഡൗട്ടും കൊണ്ട് നടന്ന് എക്സാമിന് നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്തു വെച്ച് നിങ്ങളുടെ മാർക്കൊക്കെ ഒരുപാട് വെറുതെ തന്നെ പോവാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. സോ എക്സ് സ്ക്വയർ പ്ലസ് 3x minus 28 ഈക്വൽ ടു 0. നമ്മൾ ഇവിടെയാണ് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് നമ്മൾ പറഞ്ഞത്. സം പ്രൊഡക്റ്റ് ഒക്കെ എഴുതിയിട്ടു അല്ലെ, ഒരുപാട് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ വാട്ട് ഈസ് ദ സം? സം മീൻസ് ഫൈനലി വി ആർ ഗോയിങ് ടു എക്സ്പ്രസ് ദിസ് equation into what? Product of two factors. x plus a into x plus b എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരണം. അത് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് a and b 2 നമ്പേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ആ 2 നമ്പേഴ്സിന്റെ സം ആയിരിക്കും എപ്പോഴും x ന്റെ കോഎഫിഷ്യന്റ് അല്ലെ. x ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 3 ആണ്. സോ സം ഷുഡ് ബി 3. and what is the product? Product means product of the two numbers we wanted to calculate. So that product should be equal to what? The constant which is -28. So ഇനി -28 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞ എന്താണ്? അതിന്റെ ഫാക്ടറൈസേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. പ്രൈം ഫാക്ടറൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ 28ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ വരിക? മനസ്സിലാലോചിച്ച് തന്നെ കിട്ടും. 28നെ ആദ്യം 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 28 2 you will get 14. ശരിയല്ലേ? 14 then 2 7 ഇങ്ങനെ കിട്ടും. ഇപ്പൊ തന്നെ നമുക്ക് പറയാം, ഓക്കെ, one of the factors can be 2 and 2 into 7 is 14. Otherwise I can say it is 2 into 2 which is 4 and 7. ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുമല്ലോ. ഇതിനൊന്നും ഒരുപാട് എക്സാമിന് ഇത്രയും കാര്യങ്ങളൊന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അതിനാണ് നമ്മൾ പ്രാക്ടീസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഇനി നമുക്ക് നോക്കുമ്പോൾ പ്രൊഡക്റ്റിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണല്ലോ. പ്രൊഡക്റ്റിന്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ ഐ നോ ദാറ്റ് വൺ ഓഫ് ദ നമ്പേഴ്സ് ഷുഡ് ബി നെഗറ്റീവ്. ആ വൺ ഓഫ് ദ നമ്പേഴ്സ് ഏതാണെന്ന് എങ്ങനെ കൺഫേം ചെയ്യുക? അതിന് ആദ്യം സമ്മിന്റെ സൈൻ നോക്കുക. സമ്മിന്റെ സൈൻ എന്താ ഇവിടെ? പോസിറ്റീവ് അല്ലേ? 3 എന്ന് വെച്ചാൽ പോസിറ്റീവ് 3 ആണല്ലോ. എന്താണോ സമ്മിന്റെ സൈന്, ആ സൈൻ ആയിരിക്കണം ഈ രണ്ട് കൂട്ടത്തിലുള്ളതിലെ ലാർജർ നമ്പർ നമുക്ക് കൊടുക്കാൻ. ഇവിടുത്തെ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ലാർജർ നമ്പർ 14 ആണ്. ഫസ്റ്റ് ഈ സെറ്റിൽ 14 ആണ്. സോ അതിന് പോസിറ്റീവ് കൊടുക്കുമ്പോൾ മറ്റേ ആൾക്ക് നെഗറ്റീവ് ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കുക. ഇതേപോലെ 7 ലാർജർ നമ്പർ ആണ്. അവിടെ ഞാൻ
പോസിറ്റീവ് കൊടുത്തു, മറ്റേ നമ്പറിന് നെഗറ്റീവ് കൊടുത്തു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ആകെയുള്ള ചാൻസ് ആരാണ്? രണ്ടാമത്തെ ചാൻസ് ആണ് അല്ലെ? അതായത് 7 into -4 becomes -28. When you add 7 and -4 you will get how much? Sorry, 3 കിട്ടും. ശരിയാണല്ലോ? അപ്പൊ ഇതാണ് നമ്മൾ ഇവിടുത്തെ പോസിബിലിറ്റി. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. So it becomes x² plus 7x minus 3x minus how much? 4x and -28 equal to 0. ഇനി നമ്മൾ ഈ രണ്ടാൾക്കാരെ ഗ്രൂപ്പ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. സോ x into x plus 7, ഇവിടെ -4x -28 ആരാ കോമൺ? മൈനസും കോമൺ ആണ്, 4ഉം കോമൺ ആണ്. സോ x plus 7 again you will get is equal to 0. ഇനിയിപ്പോ നമുക്ക് എത്ര ടേംസ് ആയി? ഇതൊരു ടേം ആണ്, ഇത് മറ്റൊരു ടേം ആണ്. രണ്ടിലും x plus 7 എന്ന് പറയുന്ന ഫാക്ടർ കോമൺ ആണ്. സോ ഐ എം കീപ്പിംഗ് ഇറ്റ് ഔട്ട്സൈഡ് അഗൈൻ. സോ വാട്ട് ഈസ് ലെഫ്റ്റ് ഹിയർ? x. വാട്ട് ഈസ് ലെഫ്റ്റ് ഹിയർ? ഇറ്റ് ഈസ് -4. സോ becomes equal to 0. ഇതാണ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞത്. We are expressing the given equation as a product of two factors. And what are those two factors? X plus 7 and x minus 4. Okay? So എന്ത് കിട്ടും നിങ്ങൾക്ക് ഇനി ഇവിടുന്ന്? നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രൊസീജിയർ, we are equating the first factor to 0. We are taking separately each of the factors and equating to 0. So here x equal to -7 you will get. From here you will get x minus 4 equal to 0. It means x equal to +4. കിട്ടിയല്ലോ? These are the two zeros of the given polynomial x² plus 3x minus 28. Okay? പ്രോബ്ലംസ് ഒരുപാട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഇതെന്താ ഇങ്ങനെ തന്നിട്ടില്ല? ആദ്യം x², പിന്നെ കോൺസ്റ്റന്റ്, പിന്നെ ആദ്യം എക്സിന്റെ ടേം, അങ്ങനെ അല്ലല്ലോ അത് സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ എഴുതുക. എനിക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ക്വസ്റ്റ്യൻ അവർ ജസ്റ്റ് ഒന്ന് മാറ്റി തന്നേ ഉള്ളൂ. നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് എഴുതുക. ഓക്കെ? മീൻസ് you should write first of all p of x equals 6x square, then the next term should be the term containing x, which is -7x. So -7x, then I will write the constant term. Okay, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ സമ്മും പ്രൊഡക്റ്റ് എഴുതണം അല്ലേ? സം എന്തായിരിക്കണം? സം should be the coefficient of x, which is -7. What is the product? Product should be what? Product should be not simply your -3. If there is a coefficient for your x², you have to multiply this coefficient with that constant term, and that will be your product. It becomes -18. 6 into -3 -18, and the sum should be what? -7. ഒരുപാട് ഫാക്ടേഴ്സിലേക്കൊന്നും പോവാതെ, ഈ -18 എന്ന നമ്പറിന് ഒരുപാട് ഫാക്ടേഴ്സ് ഒന്നും പോവാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. രണ്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -18 കിട്ടണം അല്ലെ? നെഗറ്റീവ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ വൺ ഓഫ് ദം ഷുഡ് ബി നെഗറ്റീവ് അല്ലെ? ഞാനിപ്പോ 2ഉം 9ഉം ആലോചിച്ചു. 2ഉം 9 എനിക്ക് കാണാം. 2ഉം 9 ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സമ്മിൽ ഒരു നെഗറ്റീവിന്റെ 7ന്റെ ചാൻസിൽ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ 2ഉം 9ഉം എടുത്തു. സോ ഇതിൽ ഏതോ ഒരാൾ നെഗറ്റീവ് ആണ്. ആരാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. സമ്മിന്റെ സൈൻ നോക്കുക, -7. സോ ആ സൈൻ വേണം നമ്മൾ ഈ കൂട്ടത്തിൽ ലാർജർ നമ്പറിന് കൊടുക്കാൻ. ഖലാസ്, ഇത്രയേ ഉള്ളൂ. സോ 2 - 9 നിങ്ങൾ ആഡ് ചെയ്താൽ -7 തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. സോ സം ഈസ് -7 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് -18. എവറിത്തിങ് ഈസ് സാറ്റിസ്ഫൈഡ്. സോ വാട്ട് ഐ വിൽ ഡു, first of all I have to write p of x to 0. It means 6x square minus 7x minus 3 equal to 0. Then we have to split the middle term. 6x square in terms of 2x minus 9x minus 3 equal to 0. Okay, ഗ്രൂപ്പ് ആക്കി വെക്കുക. പിന്നെ നമ്മൾ ഇവിടെ രണ്ടിൽ ടേമിൽ ആരാ കോമൺ? 2x is common. Then you have 3x plus 1. Okay, പിന്നെ നമുക്കുള്ളത് നെക്സ്റ്റ് 2 ടേംസിൽ ആരാ കോമൺ? മൈനസും കോമൺ ആണ്, 3യും കോമൺ ആണ്. സോ ഐ വിൽ ഗെറ്റ് 3x അഗൈൻ പ്ലസ് 1. -1 എഴുതരുതേ. ആദ്യം പറഞ്ഞിരുന്നു ഇവിടെ എന്താണോ ഫാക്ടർ വരുന്നത് അതന്നെ അപ്പുറത്ത് വരും, ഉറപ്പാണ്, സംശയമൊന്നുമില്ല. ഇനി എങ്ങനെ ഈ +1 വന്നു എന്ന് വെച്ചാൽ -3 into -3x, sorry, -3 into 3x become -9x, and this -3 when you multiply with the +1, then only you will get what? This -3. അതുകൊണ്ടാണ് അവിടെ +1 തന്നെ വരുന്നത്. Again I have two terms again. Okay, I will write 3x plus 1 multiplied by what is here? 2x is left here. What is left here? -3 equal to how much? 0. ശരിയാണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? രണ്ട് ഫാക്ടറും സെപ്പറേറ്റ് എടുത്തിട്ട് 0 ഇക്വേറ്റ് ചെയ്യാം. 3x plus 1 equal to 0. ഇതിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ലീനിയർ പോളിനോമിയൽ നമ്മൾ സോൾവ് ചെയ്ത അതേ സംഭവം തന്നെയല്ലേ താഴെ എത്തുന്നത്? ഓക്കെ, എനിവേസ് 3x plus 1 equal to 0. So 3x becomes plus 1 becomes -1. X equal to -1 divided by 3.
ഈ 3ന്റെ സൈൻ മാറ്റരുത്. 3 is 3 only because we are reversing the operation to division. അപ്പോൾ ഇതെന്താണ് അടുത്തുള്ളത്? 2x minus 3 equal to 0. It means 2x equal to positive 3. ശരിയല്ലേ? minus 3 subtraction becomes addition, so it becomes positive. So x equal to 3 divided by 2 എന്ന് കിട്ടും. ഇതൊന്നും നിങ്ങൾ ഡെസിമലിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയ? ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷൻ തന്നെ അവിടെ വെച്ചോളൂ, ഒരു പ്രശ്നമില്ല. ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കാനുള്ളത്, ഓർക്കേണ്ടത്, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റനിൽ അവർ ചോദിക്കുന്നത് സീറോസ് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ സീറോസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സീറോസ് കിട്ടിക്കഴിഞ്ഞ പാടും സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ എഴുതി കൊടുക്കും. അതിനൊന്നും ആവശ്യമില്ല. എന്താണ് ചോദിച്ചത് അത് മാത്രം എഴുതുക. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 81 എന്നല്ലേ കാണുന്നത്. ഇവിടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നെയാണ്. പക്ഷേ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ 3 ടേംസ് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്, സോ ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ബട്ട് ഹിയർ ദർ ഇസ് നോ ടേം കണ്ടെയ്നിങ് എക്സ് അല്ലെ. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീജിയർ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നും മാറുന്നില്ല. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 തന്നെയാണ്. ഓക്കെ, ഈക്വൽ ടു 0. ദെൻ എക്സ് സ്ക്വയർ മൈനസ് 81 വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആൻഡ് വി ആർ റൈറ്റിംഗ് ആസ് 0. ഓക്കെ, ചില കുട്ടികൾ ചെയ്യും, എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം മൈനസ് 81 അപ്പുറത്തേക്ക് എടുത്തിട്ട് എക്സ് സ്ക്വയർ ബിക്കംസ് വാട്ട് 81 എന്ന് എഴുതും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതും? therefore x is equal to square root of 81 എന്ന് എഴുതും. square root of 81 equal to 9 എന്ന് എഴുതി അവസാനിപ്പിക്കും. So what is the value you are getting? X equal to 9. So how many zeros you got? 1 0. Quadratic polynomial അല്ലേ, 2 zeros നമുക്ക് വേണ്ടേ, രണ്ടാമത് 0 ഇവിടെ പോയി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. വേറൊന്നുമില്ല, സ്ക്വയർ റൂട്ട് ഓഫ് 81 എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിറ്റീവ് 9 ഓൺലി. പോസിറ്റീവ് 9 ഒരു റൂട്ട് തന്നെയാണ്. അതുപോലെ നെഗറ്റീവ് 9ഉം എന്താണ് 81ന്റെ സ്ക്വയർ റൂട്ട് അല്ലേ. കാരണം ഇഫ് യു മൾട്ടിപ്ലൈ 9 with 9 you will get definitely 81, and when you multiply minus 9 with minus 9 you will get 81 again. So square root of 81 ഏതാണെന്ന് ചോദിച്ചാൽ it is positive 9 as well as negative 9, and you have to write it as positive or negative 9. ശരിയാണല്ലോ. ഈ പ്രൊസീജിയർ തെറ്റുമെന്നാൽ നിങ്ങൾക്ക് മാർക്കും കിട്ടും. പക്ഷെ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. പ്രോപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ 9th പഠിച്ചിട്ടുള്ള ഒരു ഐഡന്റിറ്റി വെച്ച് നിങ്ങൾക്ക് ഇതിനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. എന്തായിരുന്നു ഐഡന്റിറ്റി? സി ഐ ക്യാൻ സേ ദാറ്റ് ദിസ് എക്സ് സ്ക്വയർ മീൻസ് ഇറ്റ് ഈസ് സ്ക്വയർ ഓഫ് യുവർ എക്സ് മൈനസ് വാട്ട് ഈസ് 81. 81 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ തന്നെയല്ലേ. 9 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ അല്ലേ അത്. സോ അഗൈൻ ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. നിങ്ങൾ ഈ ഒരു ടേം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ 9th ഒരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദാറ്റ് ഐഡന്റിറ്റി? ഐ ക്യാൻ സേ ഇറ്റ് ഈസ് സപ്പോസ് a square minus b square. Two perfect squares, a square, b square, two perfect squares, and they are separated by what? A negative sign. Two perfect squares separated by what? A negative sign can be expressed as, means it is equal to product of two factors. They are a minus b and a plus b. ഇങ്ങനെ ഒരു സംഭവം പഠിച്ചിട്ടില്ലേ? ഈ സെയിം സാധനം ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. Means here instead of a I have x, instead of b I have what? 9. So I can say what a minus b into a plus b means x minus 9 into what? X plus 9 equal to what? 0. പിന്നെ രണ്ട് ഫാക്ടർ ഇപ്പൊ തന്നെ കിട്ടിയില്ലേ. നേരത്തെ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് രണ്ട് ഫാക്ടേഴ്സ് കിട്ടിയതെങ്കിൽ ഇവിടെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഫാക്ടേഴ്സ് കിട്ടി. ശരിക്കും പറഞ്ഞാൽ 3 ടേംസ് ഇല്ലാതെ 2 ടേംസ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ what I am going to do, I am going to take x minus 9 and separately equating to 0. Here x plus 9 equated to 0. From here I will get x equal to 9. From here I am getting minus 9. See, നേരത്തെ നമുക്ക് കിട്ടിയ എന്താണ്? പ്ലസ് ഓർ മൈനസ് 9 തന്നെയാണ്. ഇപ്പോഴും കിട്ടുന്നത് പ്ലസ് ഓർ മൈനസ് 9 ആണ്. ഇതാണ് ഇതിന്റെ ഒരു ശരിയായ പ്രൊസീജിയർ. നിങ്ങൾക്ക് മറ്റേ സ്റ്റൈലിൽ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ ഒക്കെ കിട്ടും. ഓക്കെ, പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. അപ്പോഴൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ ഒരു മെത്തേഡ് ആയിട്ട് എന്താണ് ഫെമിലിയർ ആവേണ്ടത്. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുള്ളൂ. സോ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതേ സമയത്ത് തന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു 5x സ്ക്വയർ മൈനസ് 45 എന്നല്ലേ കാണുന്നത്. സി 5x സ്ക്വയർ മൈനസ് 45 ഏതാണ്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഒരു സ്റ്റൈൽ തന്നെ ഉണ്ട്. പക്ഷെ 5x സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്നല്ലല്ലോ. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പക്ഷെ 5 എന്ന് പറയുന്ന അതിന്റെ കൂടെ കിടക്കുന്ന കോഎഫിഷ്യന്റ് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പക്ഷെ അതേ സമയത്ത് 5x സ്ക്വയർ മൈനസ് 45 I have the first term 5x square and the second term
45. ഈ രണ്ട് ടേമിലും ഏതെങ്കിലും ഒരു നമ്പർ കോമൺ ആണെന്ന് പറയാൻ പറ്റുമോ? 5ഉം 45ഉം മൾട്ടിപ്പിൾസ് അല്ലേ? സോ പ്രോബ്ലം ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. 5x² മൈനസ് 45 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, 5നെ നമ്മൾ കോമൺ ഉള്ള 5നെ പുറത്ത് വെക്കുക. കോമൺ ഉള്ള ആൾ എപ്പോഴും നമ്മൾ പുറത്ത് വെക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ, പുറത്ത് മാറ്റി വെച്ചേക്ക്. ബാക്കി എന്താ ഉള്ളത്? x² മൈനസ് 9 ഈക്വൽ ടു 0 എന്ന് എഴുതുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ സ്റ്റൈൽ തന്നെ വന്നില്ലേ? അപ്പൊ എങ്ങനെയാണ് മാറ്റി എഴുതണം? 5 ചെയ്യേണ്ട, 5 ആയിട്ട് തന്നെ എഴുതുക. This is x² minus 9 means I can say this is x the whole square minus 3 the whole square. ശരിയല്ലേ? ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇതിനൊരു ബ്രാക്കറ്റ് സെപ്പറേറ്റ് കൊടുക്കുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. ഈക്വൽ ടു 0 എഴുതാൻ മറക്കരുത്, എല്ലാവരും മറക്കുന്ന ഒരു കേസാണത്. സോ 5നെ പുറത്ത് അങ്ങനെ വെച്ചോട്ടെ, ഒരു പ്രശ്നമില്ല, അവിടെ കിടന്നോട്ടെ. ദിസ് ഈസ് അഗൈൻ x² minus 3². It means a² minus b² can be written as a minus b into a plus b. So I will write it as x minus 3 into x plus 3 equal to what? 0. See, 5 into x minus 3 into x plus 3 equal to 0. എത്ര ഫാക്ടേഴ്സ് ആയി? 3 ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5 is separately a factor, x minus 3 and x plus 3. നമുക്കിവിടെ 0 അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ എക്സ് മൈനസ് 3 നമ്മൾ ആദ്യം ഫാക്ടർ, നമ്മുടെ വാരിയബിൾ ഉൾപ്പെടുന്ന ഫാക്ടർ സെപ്പറേറ്റ് എടുക്കുക. ആൻഡ് യു ഹാവ് ടു ഇക്വേറ്റ് ടു 0. ഫ്രം ഹിയർ ഐ വിൽ ഗെറ്റ് x ഈക്വൽ ടു പോസിറ്റീവ് 3 ആൻഡ് ഫ്രം ദ അതർ ഫാക്ടർ ഐ വിൽ ഗെറ്റ് x is equal to minus 3. ശരിയല്ലേ? നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. സോ there are only two terms this in both of these questions. Okay, and the term containing x is absent in these two questions. Okay, മനസ്സിലാക്കണേ, രണ്ട് ടേംസ് ആണെങ്കിലും ഇവിടെ നമുക്ക് x ഉൾപ്പെടുന്ന ടേം ഇല്ല എന്നുള്ളതാണ് ഈ രണ്ട് ക്വസ്റ്റ്യന്റെയും പ്രത്യേകത. ഇനി ഒരു ടൈപ്പ് കൂടി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, അത് നോക്കാം. അപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത പോലെയല്ല, ചെറിയ മറ്റൊരു വ്യത്യാസമാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ദ ടേം കണ്ടെയ്നിങ് എക്സ് ഈസ് ആബ്സെന്റ്. ഇവിടെ ടേം കണ്ടെയ്നിങ് എക്സ് ആബ്സെന്റ് ആണോ? അല്ലല്ലോ. x² ടേം ഉണ്ട്, എക്സിന്റെ ടേം ഉണ്ട്, പിന്നെ ആരാണ് ആബ്സെന്റ്? കോൺസ്റ്റന്റ് ടേം ആണ് ആബ്സെന്റ്. സെയിം നിങ്ങൾക്ക് അപ്പുറത്തെ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റിംഗിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ okay, put p of x equal to 0. It means 3x² plus 12x equal to 0. Okay, ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ട് ടേമല്ലേ ഉള്ളൂ, മൂന്നാമത്തെ ടേമിന് വേണ്ടിയിട്ട് അവർ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്ലസ് 0 എന്ന് എഴുതും, എന്നിട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതിട്ട് ചെയ്യും, സമ്മും പ്രൊഡക്റ്റ് ഒക്കെ പിന്നെ എഴുതും. ഓക്കെ, ആ രീതിയിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. സോ ഈക്വൽ ടു 0 എന്ന് എഴുതിയല്ലോ. ഇനിയിപ്പോ നമുക്ക് എത്ര ടേംസ് ഉണ്ട്? രണ്ട് ടേംസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഇവിടെ നടക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞത് ഐഡന്റിറ്റി യൂസ് ചെയ്യുന്ന കേസാണ്. ഐഡന്റിറ്റി എന്ന് വെച്ചാൽ ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് സെപ്പറേറ്റഡ് ബൈ വാട്ട്? സെപ്പറേറ്റഡ് ബൈ എ നെഗറ്റീവ് സൈൻ, അല്ലെ? ഇവിടെ ഇപ്പൊ നിങ്ങൾ അങ്ങനെയാണോ കാണുന്നത്? അങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല, കാരണം എക്സിന്റെ ടേം ഉള്ളതുകൊണ്ട് തന്നെ ദിസ് ടു ആർ നോട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ, നമുക്ക് രണ്ട് ടേംസ് ഉണ്ട്, 1 ആൻഡ് ദ സെക്കൻഡ് ടേം. ഈ രണ്ട് ടേമിൽ ആരെങ്കിലും കോമൺ ഉണ്ടോ? പുറത്ത് വെച്ചേക്കുക, അത്രേ ഉള്ളൂ. സോ 3x is common here, so 3x x plus 4 I'll get from here and I am equating to 0. നേരത്തെ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് കിട്ടിയില്ലേ, ഇവിടെ നിന്ന് രണ്ട് ഫാക്ടർ കിട്ടിയല്ലോ. So we have expressed this particular question as a product of what? Two factors. I am taking factors separately and equating to 0. 3x equal to 0 means x is equal to 0 divided by 3. 0 divided by something is what? It is 0 only. And from here x plus 4 equal to 0, and when I take the plus 4 to the other side, I am getting the answer as x equal to minus 4. Very simple. Okay, ഇതന്നെയാണ് തൊട്ടടുത്ത ക്വസ്റ്റ്യനും, നമുക്കത് പെട്ടെന്ന് ചെയ്യാം. p of x, the very first step is, okay, write p of x equal to 0 and I'll write 5x² plus 4x equal to 0. ഓക്കെ, നമ്മൾ എന്താ പറയുന്നത്? കോമൺ പുറത്തേക്കല്ലേ? കോമൺ പുറത്ത് വെച്ചുള്ള ആരെ കോമൺ? ഇവിടെ 5ഉം 4 എന്ന ഒരു നമ്പർ ഒന്നും കോമൺ ഇല്ല, എക്സ് മാത്രമേ കോമൺ ഉള്ളൂ. ഓക്കെ, 5x plus 4 equal to what? 0 എന്ന് കിട്ടി. രണ്ട് ഫാക്ടേഴ്സ് ആണല്ലോ, x is a separate factor. Okay, equate your x to 0. So one answer is x equal to 0. അടുത്ത എന്താണ്? 5x plus 4 equal to 0 means, okay, 5x plus 4 equal to 0. 5x equal to minus 4. x is equal to minus 4 divided by 5. ശരിയല്ലേ? എത്ര സീറോസ് കിട്ടി? 1 2 2 സീറോസ് കിട്ടി. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നെയാണ്.
ഇനി നമ്മുടെ അടുത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ചെയ്തെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പോളിനോമിയൽ നമുക്ക് തന്നു ആൻഡ് വി വർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ആർ ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ അല്ലെ. ഇപ്പൊ നമ്മൾ ബോർഡിൽ എഴുതിയ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നേരെ തിരിച്ചാണ്. അതായത് വി ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് എ പോളിനോമിയൽ, ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ കണ്ടീഷൻ ഗിവൺ? ദ സീറോസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പോളിനോമിയൽ ആർ -3 and 5. അത് ജനറലി നമുക്ക് പറയാം. അതായത് ഒരു പോളിനോമിയലിലെ സീറോസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സീറോസ് തന്നിട്ടുണ്ട്? 2 സീറോസ് തന്നിട്ടുണ്ടല്ലോ. 2 സീറോസ് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെന്ന് മനസ്സിലാക്കുക. 3 സീറോസ് തന്നിട്ട് ആ പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് മിക്കവാറും ഒരു ക്യൂബിക് പോളിനോമിയൽ ആയിരിക്കും. സോ സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനത് പെട്ടെന്ന് പറയാം. ആ ഫോമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ നോട്ട്സ് എഴുതണം എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ജനറലി നമ്മൾ പറയുമ്പോൾ എക്സ് ഈക്വൽ ടു ആൽഫ ആൻഡ് എക്സ് ഈക്വൽ ടു ബീറ്റ, ഇതാണല്ലോ നമ്മുടെ സീറോസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അല്ലെ. സോ എക്സ് ഈക്വൽ ടു ആൽഫയാണ് ഒരു പോളിനോമിയൽ സീറോ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാക്ടർ ഏതാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സ് മൈനസ് ആൽഫ വിൽ ബി വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ആൻഡ് എക്സ് മൈനസ് ബീറ്റ വിൽ ബി ദ സെക്കൻഡ് ഫാക്ടർ. സോ 2 ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പോളിനോമിയൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ മുമ്പേ പറയുന്നുണ്ട്. ആദ്യം മുതലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫാക്ടേഴ്സ് കിട്ടിയിട്ട് പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടാളും പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമ്മൾ എങ്ങനെ എഴുതും? therefore p of x equal to, ആ സമയത്താണ് നമ്മൾ k എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമല്ലോ. this k multiplied by what? x minus alpha into x minus beta. ഓക്കെ, ഇതിനെങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു. പോളിനോമിയൽസിന് ഇത് എക്സ് മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളത്. അതായത് ആദ്യം നമ്മൾ എക്സ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ് മൈനസ് ബീറ്റ മൈനസ് ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ എക്സ് മൈനസ് ബീറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. അത് സിംപ്ലിഫൈ ചെയ്തിട്ട് അവസാനം നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു? കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്നൊരു ഫോർമുല കിട്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഫോർമുല തന്നെയാണ്. സോ യുവർ പി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു വാട്ട്? കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതൊരു 2-3 തവണ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ അത് അവിടെ കിടക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോർമുലയിൽ മൈനസ് ആണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു മൈനസ് എവിടെ നിന്ന് വന്നെന്ന് വെച്ചാൽ ബിക്കോസ് ദ ഫാക്ടേഴ്സ് ആർ എക്സ് മൈനസ് ആൽഫ ആൻഡ് എക്സ് മൈനസ് ബീറ്റ. സോ ദ ഫോർമുല നിങ്ങൾക്ക് 2 തരത്തിൽ ഫോർമുല പറയാം. k into x square minus alpha plus beta into x plus alpha beta. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം x square minus sum of zeros into x plus product of zeros, because alpha and beta are the zeros. So alpha plus beta means sum of the zeros, alpha beta means product of the zeros. ഇത് അറിയുന്ന കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ എനിക്ക് വേണമെങ്കിൽ എഴുതാം ആൽഫ എന്ന് വെച്ചാൽ one of the zeros. Okay, I am saying alpha equal to -3 and beta equal to what? 5. Alright, then what is alpha plus beta? Alpha plus beta means -3 plus 5. See, you are adding 2 numbers with different signs. So നമ്മൾ എന്താ ചെയ്യേണ്ടത്? Find the difference of the 2 digits. Digits ആരൊക്കെയാണ്? 3ഉം 5ഉം digits. What is the difference? 2 is the digit and what is the sign of the largest? That is positive. So your answer will be positive 2. And what is alpha beta? Alpha beta means -3 multiplied by 5 which is equal to -15. Answer ആയില്ല മക്കളെ. ഇനി എന്ത് ചെയ്യാ? ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Therefore p of x equals k into x square minus, ആ ഫോർമുല എഴുതണേ. ആ ഫോർമുല എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. alpha plus beta into x plus what? Alpha beta. See, k into x square മൈനസ് അതുപോലെ തന്നെ എഴുതാം. ഇത് ഫോർമുലയിലുള്ള മൈനസ് ആണ്. ഇനി നോക്ക്, ആൽഫ പ്ലസ് ബീറ്റന്റെ വാല്യൂ എന്താ? 2 എന്നല്ലേ. സോ ദിസ് ബിക്കംസ് 2x. ദെൻ പ്ലസ് ആൽഫ ബീറ്റ ഉണ്ട്. പ്ലസ് ആൽഫ ബീറ്റന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. സോ പ്ലസ് മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് ബിക്കംസ് -15. ശരിയാണല്ലോ. ഇനി നിങ്ങൾക്ക് നോക്ക്, കെന്റെ വാല്യൂ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുത്താൽ മതി. നമുക്കിപ്പോ ഇവിടെ ബ്രാക്കറ്റിന്റെ അകത്തുള്ള എല്ലാ ടേംസും നോക്കി എക്സ് സ്ക്വയർ -2 -15 എല്ലാം ഇന്റീജേഴ്സ് ആണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്താണ്? കെന്റെ വാല്യൂ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? +1 കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്ത് കൊടുക്കാം കേട്ടോ. 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക, ഫ്രാക്ഷൻ കൊടുക്കുക. പക്ഷെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ നമുക്ക് അവിടെ കൊടുത്താൽ മതി. സോ യു വിൽ ഗെറ്റ്, സോ ഇംപ്ലൈസ് k equal to 1 implies your equation becomes what? P of x equal to
എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15. വളരെ സിമ്പിൾ ആണ് കേട്ടോ, കാര്യമൊന്നും പഠിക്കാനില്ല. ആകെ ആ ഫോർമുല എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്നുള്ള ഒരു ഫോർമുല പഠിക്കുക. അവർ രണ്ട് സീറോസ് വന്നിട്ടുണ്ടാവും, ഒരാൾക്ക് ആൽഫ എന്ന് പേര് വിളിക്കുക, മറ്റൊരാൾക്ക് ബീറ്റ എന്ന് പേര് വിളിക്കുക. ആ ഫോർമുലയിൽ ആവശ്യമുള്ള സാധനങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്രേ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ പിന്നെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്, നമുക്ക് ചെയ്യാം. അതായത് ഈ സീറോസ് ഇപ്പൊ നമുക്ക് ഞാൻ ഡയറക്റ്റ് ഇന്റീജേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ചിലപ്പോൾ ഫ്രാക്ഷൻ വാല്യൂസ് ആയിരിക്കും മിക്കവാറും തരിക. എക്സാമിന് വരുന്നുണ്ടെങ്കിൽ ഇന്റീജേഴ്സ് എളുപ്പത്തിൽ ഇന്റീജേഴ്സ് തരാണ്ട് അവർ ഫ്രാക്ഷൻ തരും. ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസൊന്നല്ല. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? കാൽക്കുലേറ്റ് എ പോളിനോമിയൽ ഹൂസ് സീറോസ് ആർ 1/3 ആൻഡ് -2/5. അല്ലെ, ഫ്രാക്ഷൻ ഒന്ന് പോസിറ്റീവായിട്ട് ഞാൻ തന്നു, മറ്റൊന്ന് നെഗറ്റീവ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിന് വേറെ ഒരു പ്രശ്നമില്ല. സോ അത് തന്നെ നമ്മൾ മനസ്സിലാക്കുക. P of x, the polynomial is equal to what? K into x square minus alpha plus beta into x plus alpha beta. Okay? ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പറയാം, സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. സോ രണ്ട് സീറോസ് അവർ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ആൽഫ ഈക്വൽ ടു 1/3 ആൻഡ് ബീറ്റ ഈക്വൽ ടു വാട്ട്? -2/5. നമ്മൾ അങ്ങനെ രണ്ട് പേര് വിളിച്ചു. നമ്മുടെ ഫോർമുലയിൽ ആവശ്യമുള്ളത് ആൽഫ പ്ലസ് ബീറ്റ വേണം അല്ലെ? ഓക്കെ, ആയിക്കോട്ടെ, കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ആൽഫ പ്ലസ് ബീറ്റ? ആൽഫ പ്ലസ് ബീറ്റ മീൻസ് 1/3 പ്ലസ് -2/5. നമ്മൾ പഴയ ബേസിക്സിന്റെ ഫസ്റ്റത്തെ 2 സെഷൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫ്രാക്ഷൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന്. വലിയ സംഭവം ഒന്നല്ല. ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് LCM എന്ന് പറയുന്ന പരിപാടിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ 1 into 5, then I have a plus. Okay, I have to multiply this -2 with 3, -2 with 3 whole divided by denominator ആണ്. എല്ലാവരും മറന്നു പോവാ, ഡിനോമിനേറ്റർ ദയവേത് മറക്കരുത്. ഡിനോമിനേറ്റർ 3 ഉം 5 ആണെങ്കിൽ you have to multiply, which is 3 multiplied by 5. So 1 into 5 is 5 plus minus become minus 2 into 3 6 divided by how much? 15. So 5 minus 6 become -1 divided by what? 15. This is your what? Alpha plus beta. Okay, then what is alpha beta? Alpha beta equal to 1/3 multiplied by -2/5. Okay, fractions multiply ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ന്യൂമറേറ്റർ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റർ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അവിടെയും ചില കുട്ടികൾ അറിയാണ്ട് കൊണ്ടുപോയി ക്രോസ് ചെയ്യും. ഒരു ക്രോസും ചെയ്യരുത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ന്യൂമറേറ്റർ ടു ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ടു ഡിനോമിനേറ്റർ. സോ 1 into -2 become -2 divided by 3 into 5 become 15. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെല്ലാം കിട്ടിയല്ലോ. ഇനി ഫോർമുലയിലേക്ക് കൊടുക്കുക. സോ P of x equal to K x square minus ഫോർമുലയുള്ളതാണ്, മാറിപ്പോകരുത്. വാട്ട് ഈസ് ആൽഫ പ്ലസ് ബീറ്റ? ആൽഫ പ്ലസ് ബീറ്റ ഈസ് -1/15. സി, എഴുതുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് എഴുതുക. -1/15x പ്ലസ് ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ again plus -2/15. ഇവിടെയാണ് നമ്മുടെ K എന്ന് പറയുന്ന സാധനത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് K വേണമെങ്കിൽ 1 കൊടുക്കാം, 2 കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് K 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 1 കൊടുക്കാന്ന് വെച്ചാൽ ബാക്കി x സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 1/15x പ്ലസ് മൈനസ് വരും 2/15. അപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ നോക്കിക്കോ, ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് ഒരു ഫ്രാക്ഷൻ ഒക്കെ ആയിട്ടില്ല വരുന്നത്. നമുക്ക് ഫ്രാക്ഷൻ കാണാൻ അത്ര ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്, അത്ര ഇഷ്ടമല്ല. അപ്പൊ ആ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊരു കംപ്ലീറ്റ് എല്ലാ കോഎഫിഷ്യന്റും ഒരു ഹോൾ നമ്പർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കെന്റെ വാല്യൂ എത്ര കൊടുത്താൽ മതിയാവും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ ഈസി ആയിട്ട് ഞാൻ എന്താ കൊടുക്കുക? K ഈക്വൽ ടു 15 എന്ന് കൊടുക്കും. ഏത് വാല്യൂ വേണം നമുക്ക് കൊടുക്കാം. കാരണം K 15 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കിക്കോ നിങ്ങൾ. P of x ഈക്വൽ ടു 15 I have to multiply throughout അല്ലെ, എല്ലാ ടേമിനും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എന്താ സംഭവിക്കുക? 15 into x square. Okay, it becomes 15x square. This minus of minus becomes plus. Okay, ഇനി ഞാൻ ഈ 15 ഉള്ളിലേക്ക് ചെയ്ത സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കിക്കോ. 15 ഓൾറെഡി വന്നു. ഓൾറെഡി അവിടെ ഉള്ളത് എന്താണ്? 1/15x എന്നല്ല ഉണ്ടാവുക. ഈ 15ഉം താഴത്തെ 15 എന്താവും? ക്യാൻസൽ ഔട്ട് ആയി പോയില്ലേ? ബാക്കി എന്താ ഉണ്ടാവുക? 1x. നമ്മൾ 1x എന്ന് എഴുതില്ലല്ലോ. സിംപ്ലി വി വിൽ റൈറ്റ് x. മനസ്സിലായില്ലേ? പിന്നെയുള്ള നമ്മൾ എന്താണ്? ഇനി ഈ K നെ അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 15 യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് വാട്ട്?
-2 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ ഈ 15ഉം 15ഉം അഗൈൻ ക്യാൻസൽ ആയല്ലോ. ബാക്കി എന്താ ഉണ്ടാവുക? ഒരു -2. സി -2. ഇപ്പൊ എന്താ നോക്കിക്കോ, ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ. P of x equal to 15x² plus x -2. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന കെന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ k 1 കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ഒന്നും തെറ്റില്ല കേട്ടോ, മാർക്കൊക്കെ കിട്ടും. അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഒരു ഫ്രാക്ഷൻ ആയിരിക്കും, ലാസ്റ്റ് കോൺസ്റ്റന്റ് ടേം എന്തായിരിക്കും? ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ടൈപ്പ് ആണ് എക്സാമിന് ചോദിക്കാറുള്ള മറ്റൊരു സാധനം. അതായത് ചിലപ്പോൾ അവർ ഡയറക്റ്റ് സീറോസ് ഇതുപോലെ ഇന്റിജേഴ്സ് ആയിട്ട്, നമ്മൾ ആദ്യം ചെയ്ത ടൈപ്പ് ഇന്റിജേഴ്സ് ആയിട്ട് തരും, ചിലപ്പോൾ ഫ്രാക്ഷൻ തരും. അവർ എങ്ങനെ വേണമെങ്കിൽ തന്നോട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് ആകെ വേണ്ടെന്താണ്? സം ഓഫ് സീറോസ് വേണം, പ്രൊഡക്റ്റ് ഓഫ് സീറോസ് വേണം. നമ്മുടെ ഫോമുല എന്താ? ആകെ ഏറ്റവും ചെറിയൊരു ഫോമുലയല്ലേ നമ്മൾ ഓർക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഐഡിയ ആണ് എന്താണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആദ്യം ഉണ്ടാക്കി വെക്കുക, ആ ഫോമുലയിലേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വെരി സിമ്പിൾ. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ചെയ്ത അതേ ടൈപ്പ് തന്നെയാണ്. നമുക്ക് പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യണം, കാൽക്കുലേറ്റ് പോളിനോമിയൽ. പക്ഷെ ഇവിടെ തന്ന ഡാറ്റ ചെറുതായിട്ട് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മളെ എക്സാമിന് തെറ്റിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ കാൽക്കുലേറ്റ് പോളിനോമിയലിന് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ ചെയ്ത 2 പ്രോബ്ലം ചെയ്തല്ലോ, ആ 2 പ്രോബ്ലം ആണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. മീൻസ് ആ ടൈപ്പ് പ്രോബ്ലം ആണ് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവുക. പക്ഷെ ക്വസ്റ്റ്യൻ മാറിയത് പലപ്പോഴും ആരും വായിക്കാതെ തന്നെ നേരത്തെ പഠിച്ച ആ ഒരു പാറ്റേണിൽ തന്നെ ചെയ്തു പോകും. പക്ഷെ ക്വസ്റ്റ്യൻ ഇവിടെ വളരെ നേരത്തെ ചെയ്തതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വായിച്ചു നോക്കിയേ. സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഹൂസ് സീറോസ് ആർ 6 and -16 എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ പറഞ്ഞതിന്റെ മീനിങ് എന്താണ് നോക്കി. കാൽക്കുലേറ്റ് പോളിനോമിയൽ. ഓക്കെ, സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഹൂസ് സീറോസ് ആർ 6 and -16 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നത്, നേരത്തെ ക്വസ്റ്റ്യനിൽ അവർ തന്നത് സീറോസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ്. ഇവിടെ അവർ സീറോസ് എത്രയാന്ന് പറഞ്ഞിട്ടില്ല. സീറോസിന്റെ വാല്യൂ അല്ല 6ഉം -16ഉം. പക്ഷെ അവർ തന്ന എന്താണ്? സമ്മും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഡയറക്റ്റ് തന്നു. ഇറ്റ് മീൻസ് ദേ വർ സെയിങ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 6. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു വാക്ക് ഉണ്ടാവും, റെസ്പെക്റ്റീവ്ലി എന്നുണ്ടാവും. റെസ്പെക്റ്റീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ വാല്യൂ ആയിരിക്കും, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -16 സെക്കൻഡ് വാല്യൂ ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ആൽഫ പ്ലസ് ബീറ്റന്റെ വാല്യൂ 6 എന്നും ആൽഫ ബീറ്റ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? -16. ആ ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. അതാണ് അതിന്റെ മീനിങ് അല്ലെ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഇനി കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിനു മുമ്പുള്ള 2 ക്വസ്റ്റ്യനിൽ അവർ തന്നത് ആൽഫ തന്നിരുന്നു, ബീറ്റ തന്നിരുന്നു. അവിടെ നമുക്ക് എക്സ്ട്രാ ഒരു പണി കിട്ടിയിരുന്നു. എന്തായിരുന്നു ആ പണി? ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഒരു ആൻസർ എഴുതണം. ആൽഫ ബീറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ആൻസർ എഴുതണം, എന്നിട്ട് അത് നമ്മുടെ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ ആ പണി നമുക്ക് ലാഭമാണ്. നമുക്ക് ആകെ എന്താ ചെയ്യാനുള്ളത്? നമുക്ക് എഴുതണം P of x equal to k into x². എല്ലാവരും പറഞ്ഞുകൊണ്ട് തന്നെ എഴുതണേ. നോട്ട്സ് എഴുതുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട് തന്നെ എഴുതി കഴിഞ്ഞാൽ അവിടെ തന്നെ കൈയോടെ പഠിക്കാം. പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാലത്ത് നിങ്ങളത് മറക്കില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ k തൽക്കാലം k ആയിട്ട് എഴുതിക്കോ. x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു x അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ ഡയറക്റ്റ് അവർ പറഞ്ഞിട്ടില്ലേ, അതവിടെ കൊടുത്താൽ മതി. 6x. വാട്ട് ഈസ് ആൽഫ ബീറ്റ? -16. ഓക്കെ, -16. അപ്പൊ ഇവിടെ നമുക്ക് k ന്റെ വാല്യൂ എത്ര കൊടുക്കുന്ന? ഏറ്റവും സിമ്പിൾ, k equal to 1 അല്ലേ. k equal to 1 ആണെങ്കിൽ P of x equal to what? 1 into something, it won't change. So x² minus 6x minus 16. ഒന്നുമില്ല, നമുക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിട്ടില്ല. തന്ന വാല്യൂസ് ഇതേ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ മിക്കവാറും ആൾക്കാർ ഇത് എക്സാമിന് തെറ്റിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെടുക്കുക എന്താ? ദേ വിൽ സേ ആൽഫ ഈക്വൽ ടു 6, ബീറ്റ ഈക്വൽ ടു -16 എന്ന് എഴുതിയിട്ട് ഈ പറഞ്ഞ പോലെ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ദിസ് മച്ച്, ആൽഫ ബീറ്റ ഈക്വൽ ടു ഇതെല്ലാം പറഞ്ഞിട്ട് കുറെ സംഭവമാക്കിയിട്ട് വലിയ ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കും. നന്നായിട്ട് തെറ്റിപ്പോകും. ഇത്രയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ വളരെ കെയർഫുൾ ആയിട്ട് വായിക്കുക. അവർ തന്ന ഡാറ്റ എന്താന്ന് നോക്കുക. ചിലപ്പോൾ വളരെ സിമ്പിൾ, ഇതുപോലെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പണി ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 1 മാർക്കിന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാനും പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.